Hello viewers, welcome back to another episode of How to Drape a Saree into Classical Costume. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ സാരി. ഈ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാനൊരു ഹോൾ വീഡിയോയിൽ ഈ സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന സാരി. ഈ സാരി എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ബ്ലൗസ് പീസ് ഇതിൻ്റെ കട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഏത് സാരിയാണോ ഡ്രേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ക്ലാസിക്കൽ കോസ്റ്റ്യൂമായിട്ട് ഡ്രേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാരി, ആ സാരിയുടെ ബ്ലൗസ് പീസ് ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് കട്ട് ചെയ്യില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ പല്ലുപാട്ട്, അങ്ങനെ കെട്ടി ഇരിക്കുന്ന അറ്റം. അപ്പം അതാണ് കണ്ടാൽ തന്നെ അറിയാം പല്ലു. ഇനിയാണ് നമുക്ക് ഈ സാരിയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ യൂഷ്വലി ചെയ്യണേന്ന് പറയാം, നമ്മൾ ആ ബ്ലൗസ് പീസ് വരുന്ന വശമായിരുന്നു നമ്മുടെ ലെഫ്റ്റ് ആയിട്ട് എടുക്കുന്നത്. പക്ഷേ അതാണ് ബ്ലൗസ് പീസ്. പക്ഷേ ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതല്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ പല്ലുവാണ് ഇത്തവണ നമ്മൾ ലെഫ്റ്റ് ലെഗിൽ കൂടെ ചുറ്റാൻ പോകുന്നത്. അപ്പം ടോട്ടൽ ലെങ്ത് എല്ലാം മനസ്സിലായല്ലോ. അപ്പം ഞാനിനി സാരി ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് മെഷർ ചെയ്യുക. എപ്പോഴും ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ റൈറ്റ് സൈഡ് ഒരു ലേശം വലിപ്പം കൂടുതൽ വെക്കുക. കാരണം അറിയാലോ, നമ്മുടെ പല്ലു നമ്മൾ ഇട്ട് കഴിയുമ്പോൾ, അത് ഫ്ലീറ്റ് എടുത്ത് പല്ലു ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരയ്ക്ക് ചുറ്റിനും വട്ടത്തിൽ ചുറ്റി വെക്കാൻ വേണ്ടിയുള്ള വലിപ്പം വേണം. അപ്പം ലെഫ്റ്റ് ലെഗിനേലും സ്വല്പം ലെങ്ത് കൂടുതലായിരിക്കണം നമ്മുടെ റൈറ്റ് ലെഗിൻ്റെ മെഷർമെൻറ്റ്. അപ്പം അതാണ് ഞാനിവിടെ അളന്നുകൊണ്ടിരിക്കുന്നത്. ബൈ ദ ബൈ, ഈ സാരി ഭയങ്കര കംഫർട്ടബിളാണ്, അതൊരു ഫാക്ടറാണ്. ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാരിയാണ്. നമ്മളിപ്പം ഏത് പ്രോഗ്രാംസിനാണെങ്കിൽ പോലും ഈ സാരിയാണ് മിക്കപ്പോഴും കോസ്റ്റ്യൂംസ് ആക്കുന്നത്. ഇതൊരു ബനാറസി സിൽക്കാണ്, വലിയൊന്നും ആവത്തില്ല. അല്ലെങ്കിൽ കോസ്റ്റ്യൂം ആക്കിയാലും നല്ല രസമാണ് ഓൺ സ്റ്റേജ് ഇത് കാണാൻ. അപ്പോൾ എനിക്ക് മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നടുക്ക് ആസ് യൂഷ്വൽ നടുക്ക് നല്ല ടൈറ്റായിട്ട് നോട്ട് കെട്ടുക. നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കാല് വൈഡാക്കി വെച്ചിട്ട് വേണം നോട്ട് കെട്ടാൻ. നോട്ട് ടൈറ്റ് ആകണം, ബിക്കോസ് നമ്മുടെ ഹോൾ സാരി ഡ്രൈപ്പ് അതിലാണ് നിൽക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളി ലൂസായാൽ അറിയാലോ, എല്ലാ കിളിയും പോകും. ജോക്കൊന്നും വേണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്കപ്പം പല്ലു ആയിട്ട് നമ്മൾ എടുത്ത പോർഷൻ നമ്മുടെ ലെഫ്റ്റ് ലെഗിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ബാക്ക് നല്ല വൃത്തിയായിട്ട് ടക്കിൻ ചെയ്യുകയാണ്. അവിടെ വൃത്തിയായിട്ട് നമ്മൾ ബാക്ക് ടക്കിൻ ചെയ്യണം. ഇത് നേരത്തെ വീഡിയോസിൽ കണ്ടിരിക്കുന്ന സെയിം പാറ്റേൺ ആണ്, ഒരു ചെറിയ ട്വിസ്റ്റേ ഉള്ളൂ. ഇനി നമ്മൾ പല്ലുവിനെ നമ്മൾ നല്ലതുപോലെ സാരി ഫ്ലീറ്റ്സ് അടിക്കുകയല്ലേ, അതുപോലെ നല്ലതുപോലെ സാരി ഫ്ലീറ്റ്സ് പോലെ നമ്മൾ പിടപെടേന്ന് ഫ്ലീറ്റ്സ് എടുക്കുക. അതാണല്ലോ അതിൻ്റെ ബ്യൂട്ടി. അപ്പം നമ്മൾ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കുട്ടി പിൻ അവിടെ കുത്തുക. കാരണം പിന്നില്ലെങ്കിൽ നമ്മുടെ ഫ്ലീറ്റ് ആസ് യൂഷ്വൽ തന്നെ നമുക്കറിയാം അത് നിൽക്കില്ല. അപ്പം നമ്മൾ ആ ഒരു കറക്റ്റ് ഫ്ലീറ്റ് എടുത്തതിന് ശേഷം നമ്മൾ പിൻ കുത്തുക. അതുപോലെ തന്നെ താഴേക്ക് അതേ അളവിൽ തന്നെ ഫ്ലീറ്റ് നല്ല വൃത്തിയായിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ അതൊന്ന് വൃത്തിയായിട്ട് ഒതുക്കണം. യൂഷ്വലി കോട്ടൺ സാരിയൊക്കെ ആണെങ്കിൽ നമ്മൾ പിടിക്കുന്ന പോലെ തന്നെ വരും. ഇത് ഇച്ചിരി നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും നമ്മളിത് ഉടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിത് വൃത്തിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പം നമ്മൾ ആ താഴെയും കൂടെ ഒരു പിന്ന് കുത്തുക. പിന്നെ കുത്തിയതിന് ശേഷം ഓർക്കുക, ഇതെൻ്റെ പല്ലു, പക്ഷെ താളത്തിൽ ഇടേണ്ടതല്ല. ഇത് ഞാൻ വിടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻറ്റർ ഒരു നോട്ട് ഇട്ടിട്ടില്ലേ, ആ നോട്ടിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ഈ പ്ലീറ്റ് എടുത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ നോട്ടിൻ്റെ അടിയിൽ കൂടെ നമ്മൾ താഴേക്ക് ഇട്ടു. ഇനി നമ്മൾ സൈഡിലൊക്കെ ആയിട്ടുള്ളത് വൃത്തിയായിട്ട് ടക്കിൻ ചെയ്ത് നല്ല നീറ്റായിട്ട് വെക്കുക. നോ ബൾജിങ്, നത്തിങ്. ഇനി നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് പോകേണ്ട പോർഷൻ നമ്മൾ കറക്റ്റായിട്ട് എടുക്കുക. യൂഷ്വലി എനിക്ക് മിക്കപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്. വേറെ ആർക്കെങ്കിലും ഇങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാലിൻ്റെ അടിയിൽ കൂടെ ഇടുമ്പോഴത്തേക്കിനും സാരി തിരിഞ്ഞു മറിഞ്ഞു പോകും. പിന്നെ നമ്മൾ അത് ശരിയാക്കാൻ 1.25 മണിക്കൂർ എടുക്കും. ഇപ്പം ഏകദേശം ഞാനത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, എവിടെ നിന്നാണ് ചുറ്റിപ്പോയെന്ന് ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി എനിക്ക് കിട്ടി. ഇനി നമ്മൾ പല്ലുവിന് വേണ്ടിയുള്ള ഫ്ലീറ്റ്സ് എടുക്കുക. ഓർക്കുക, ഇത് ബ്ലൗസ് പീസാണ്. പക്ഷേ ബ്ലൗസ് പീസ് ആണെന്ന് നമുക്ക് തോന്നില്ല, ബിക്കോസ് നമ്മൾ ഫുൾ സാരി ഡ്രൈപ്പ് ചെയ്യാണ്. ഫൈനലി എൻ്റെ പ്ലീറ്റ്സ് റെഡി ആയിരിക്കുകയാണ്. ഇനി
ഇത് നമുക്ക് എങ്ങോട്ട് പോകേണ്ടതാണ്? നമ്മുടെ ഷോൾഡറിലേക്ക് ഹാസ് പല്ലു ആയിട്ട് പോകേണ്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൊക്കെ അടിക്കാവുന്നതാണ്. ഞാൻ യൂഷ്വലി ഡാൻസ് പേർപ്പസിനായിട്ട് ഉടുക്കുന്ന സാരീസിൻ്റെ അറ്റമൊന്നും അങ്ങനെ അടിക്കാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതങ്ങ് അകത്തേക്ക് ചുറ്റിക്കെട്ടി പോകും, അതുകൊണ്ടാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ ഗോപുരത്തിൻ്റെ അത് ഞാൻ എന്നെ എടുക്കണേന്ന്. അയ്യോ, ഫ്ലീറ്റ് കൂടെ വൃത്തിയായിട്ട് പിന്നെ കുത്തി കുത്തി സെറ്റാക്കിയത് കേട്ടോ. അപ്പോൾ സെറ്റിമസായി. ഇനി നമ്മൾ ഷോൾഡറിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്ലീറ്റ്സ് ഒന്നും കൂടെ നമ്മൾ ചെയ്യുന്നത് പോലെ ഫ്ലീറ്റ്സ് നല്ല വൃത്തിയായിട്ടൊന്ന് വെക്കുക. അതിനുശേഷം ഷോൾഡറിൽ പിന്ന് കുത്തുക. ഇത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സാരി ഉടുക്കുമ്പോൾ ഷോൾഡറിൽ പിന്ന് കുത്തും. അയ്യോ, തമാശ വേണ്ടായിരുന്നു. അപ്പം അതൊക്കെ പോട്ടെ. അതിനുശേഷം നമ്മളൊന്നും കൂടി ഒന്ന് വൃത്തിയാക്കുക. ഓർക്കുക, നമ്മൾ റൈറ്റ് ലെഗിൽ നിന്ന് എടുത്ത പോർഷനും നമ്മൾ ബാക്കിൽ ടക്കിൻ ചെയ്തിട്ടുണ്ട്. അതവിടെ ടൈറ്റ് ആയിട്ടിരിക്കണം. ഇനി ഇൻ കേസ് ടൈറ്റ് ആയില്ലെങ്കിൽ ബ്ലൗസിൽ കൂടെ കൂട്ടി ഒരു പിന്ന് കുത്തുക, അപ്പോൾ അവിടെ ടൈറ്റ് ആകും. അങ്ങനെ ഫൈനലി എൻ്റെ പല്ലു റെഡി ആയിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല വൃത്തിയായിട്ട് വട്ടം ചുറ്റുക. അപ്പം ഞാൻ പിന്നൊക്കെ കുത്തി വെച്ചതിൻ്റെ റീസൺ അറിയാലോ. ഇങ്ങനെ നമ്മൾ വട്ടം ചുറ്റി നല്ല വൃത്തിയായിട്ട് വരാനാണ്. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് അതിനെ ടക്കിൻ ചെയ്യുക. ആസ് യൂഷ്വൽ നമ്മൾ റെഡിയൊക്കെ ആയിക്കുമ്പോൾ അരപ്പട്ടം, ജിമിക്കി, ഓർണമെൻറ്റ്സ് എല്ലാം നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം നമ്മൾ ലെഫ്റ്റ് ലെഗിൽ കൂടെ വിട്ട് ആ ഒരു പല്ലു. ഇനി നമ്മൾ അതിൻ്റെ സേഫ്റ്റി പിൻ ഊരുക. ആവശ്യമുള്ള നേരത്താണ് സേഫ്റ്റി പിൻ ഊരത്തുമില്ല. ഞാനവിടെ പാടുപെടുക. ഫൈനലി സക്സസ്. ഇനി നമ്മളത് അഴിച്ചു. അത് കണ്ടോ, നമ്മൾ കോസ്റ്റ്യൂം, അതായത് ഭരതനാട്യം കോസ്റ്റ്യൂമിൽ നമ്മുടെ ഫ്രണ്ട് ഫ്രില്ല് കിടക്കുന്നത് പോലെ തന്നെ വരും. ഇനി ചെയ്യണമെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലെയും ആ സാരി ബോർഡർ പിടിച്ച് പിന്ന് കുത്തുക. അപ്പോൾ നമ്മുടെ സാരി നല്ല വൃത്തിയായിട്ട് വരും. ഞാൻ കുനിഞ്ഞു നിന്ന് സാരിയുടെ പിന്നു കുത്തിയപ്പോൾ അത് ഇച്ചിരി നിന്ന് കഴിയുമ്പോഴത്തേക്കിനും ഒരു ഇച്ചിരി വൃത്തികേട് പോലെ തോന്നും. കാരണം കുഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയൽ അത്രയും കൂടെ ബെൻഡ് ആകുക. അപ്പോൾ സ്വന്തം ആ പിന്ന് കുത്താണ്ട് വേറെ ആരുടെയും ഹെൽപ്പ് ചോദിച്ച് എഡ്ജിൽ രണ്ട് ഫ്രില്ലിൻ്റെയും എഡ്ജുകൾ ബോർഡർ വെച്ച് കുത്തണമെങ്കിൽ ആരുടെയും ഹെൽപ്പ് ചോദിച്ച് വൃത്തിയായിട്ട് കുത്താൻ പരിശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഓർക്കുക, പിൻ ഇഷ്ടം പോലെ കുത്തുക. ഇഷ്ടം പോലെ മീൻസ് ആ ഫ്രില്ല് മുഴുവനും ബോർഡറിൻ്റെ അകത്ത് ഫിറ്റ് ആകണം. ഇപ്പം ഞാൻ 2 പിന്നെ കുത്തിയിട്ടുള്ളൂ, ബട്ട് ഇത് ഫുൾ ആ ബോർഡറിൻ്റെ അകത്ത് നമ്മൾ ഭരതനാട്യം ഫ്രില്ല് കുത്തുന്ന പോലെ തന്നെ ഫ്രില്ല് മുഴുവൻ കുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു.